നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച ജില്ലാ നേതൃത്വങ്ങൾ. പരാജയ കാരണം പിണറായിയുടെ ധാർഷ്ട്യമാണെന്നും ശരീരഭാഷ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്നും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. പ്രവർത്തന ശൈലിയിൽ വീഴ്ച വന്നുവെന്ന് സമ്മതിച്ച പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ജനപ്രിയ സർക്കാരായിട്ടും നേതാക്കളുടെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമെന്ന് CPM ജില്ലാ കമ്മിറ്റികൾ. ഇലക്ഷൻ പ്രചരണ സമയത്ത് പിണറായി വിജയൻ ഒരു പ്രവർത്തകനോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. ഇതിന് പല അർത്ഥങ്ങളുമുണ്ട്. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഒരു CPM പ്രവർത്തക സെൽഫി എടുത്തതുപോലും മുഖ്യമന്ത്രി തടഞ്ഞു. പ്രായപരിധിയിൽ എന്തിന് പിണറായിക്ക് മാത്രം ഇളവ് നൽകി? സംസ്ഥാന സമിതി അംഗങ്ങളെപ്പോലും മത്സരിക്കുന്നതെന്ന് ഒഴിവാക്കി പിന്നെ പിണറായിക്ക് മാത്രം എന്ത് പ്രത്യേകതയാണോ ഉള്ളത്? പിണറായി പ്രതിപക്ഷ നേതാവാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വിമർശനമുണ്ടായി. മന്ത്രിമാരായിരുന്ന MV രാജേഷും വീണ ജോർജും പൂർണ്ണ പരാജയമായിരുന്നുവെന്നും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിമർശനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ധാർഷ്ട്യം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ കാര്യമായ മാറ്റം വരുത്തണമെന്നും ജില്ലാ കമ്മിറ്റികളിൽ വിമർശനമുയർന്നു. G സുധാകരനെതിരെ പാർട്ടി സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ നടത്തിയ ഈ പരാമർശവും ശരിയായില്ലെന്ന് വിമർശനമുണ്ടായി. കോടിയേരി ബാലകൃഷ്ണനെ പോലെ പാർട്ടി പ്രവർത്തനം നടത്തുവാൻ MV ഗോവിന്ദന് സാധിച്ചില്ല. അദ്ദേഹം പാർട്ടി അംഗങ്ങളെ ചേർത്ത് പിടിച്ചതുപോലെ MV ഗോവിന്ദൻ ചേർത്ത് പിടിച്ചില്ലെന്നും വിമർശനമുണ്ടായി. വെള്ളാപ്പള്ളിയെ പാർട്ടി സംരക്ഷിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായെന്ന് ഇടുക്കി ജില്ലാ നേതൃത്വം വിമർശിച്ചു. CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.